വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളെ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പലപ്പോഴും അവർ പുസ്തകത്താളുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് അരങ്ങിലും തിരശീലയിലും ഒരുപോലെ നിറഞ്ഞു നിന്നിട്ടുമുണ്ട്. കോഴി ബിരിയാണി വെക്കൊന്നും പറഞ്ഞ് നടക്കാൻ പോപ്പര് എന്തിനാ ഞമ്മടെ മുത്തപ്പാനെ നിക്കാതെ കഴിച്ചിട്ടുണ്ട്. മൂപ്പരാക്ക് ഞമ്മന്റെ കെട്ടിയ മുത്തപ്പാനെ കണ്ണിന്റെ നേരത്ത് കണ്ടൂടാ. നിങ്ങൾക്കറിയാലോ എന്തൊക്കെ കുക്കാറുണ്ടാക്കിയിട്ടാണ് നമ്മള് മുത്തപ്പാനെ കെട്ടിയത്. ഇപ്പൊ ദേഷ്യം മുഴുവൻ എന്നോടാ. എന്താണോ മൂപ്പരെ മുച്ചീറ്റുകളിൽ പൊട്ടിച്ചത് ഞമ്മളായിരുന്നല്ലോ. അതിന്റെ ദേഷ്യം തന്റേതായ വ്യക്തിത്വമുള്ളവരായിരുന്നു ബഷീറിന്റെ പെൺ കഥാപാത്രങ്ങൾ. ബഷീർ കൃതികളിലെ 10 പെൺ കഥാപാത്രങ്ങൾക്കാണ് പൂജ കെ നായർ എന്ന കൊച്ചുപിടിക്ക് കഴിഞ്ഞ ദിവസം അരങ്ങിൽ ജീവൻ പകർന്നത്. ബഷീറിന്റെ 19ാം അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. സോജ രാജകുമാരി എ സോളോ ഡോക്യു ഡ്രാമ എന്നായിരുന്നു പ്രോഗ്രാമിന് നൽകിയ പേര്. കുസൃതികളും പൊട്ടിച്ചിരികളും കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും സങ്കടക്കെട്ടുകളും പിന്നെ പ്രണയത്തിന്റെ 1000 വസന്തങ്ങളുമായി എക്സ്പ്രസ് ട്രെയിനിലെ 1ാം ക്ലാസ് മുറിയിൽ നിന്ന് അനാഥമായൊരു ശവശരീരം കണ്ടിട്ടിരിക്കുന്നു. പുരുഷനാണ്. ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു സ്ത്രീയുടെ ഒരു ചെറുമുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുച്ചീട്ട് കളിക്കാരന്റെ മകളിലെ സൈന്യതയും നീലവെളിച്ചത്തിലെയും ഭാർഗവി നിലയത്തിലെയും ഭാർഗവിക്കുട്ടിയും ബാല്യകാല സഖിയിലെ സുഹറയും ഉപ്പൂപ്പാക്കൊരാണെന്നുണ്ടായിരുന്നതിലെ കുഞ്ഞിത്താച്ചമ്മയും കുഞ്ഞിപ്പാത്തമ്മയും. ആ ഗുരുവിന്റെ കഥയോ? അത് നാണാവുണ്ടോ? ആ കെട്ടിയോൾ കുരുവിനെ കൊത്തിക്കൊല്ലാൻ പോയതാ. അത് താഴോട്ട് വീണു. ഞാൻ അതിനെടുത്ത് എന്താ കുടിക്കാൻ കൊടുക്ക. എന്റെ കൈ ദാ ഇവിടെ പൊട്ടിയിരുന്ന് ആ തോട്ടിലേക്ക് ചാടിയപ്പോഴേ ആ ചോര ഞാൻ അതിന്റെ തൊള്ളയിൽ കിട്ടിച്ചു കൊടുത്തു. അപ്പോഴാ അപ്പം ഓരാ എന്നെ തോട്ടീന്ന് കയറ്റിയത്. മുറിഞ്ഞടത്ത് കെട്ടിയും തന്നു. പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മയും പൂവമ്പഴത്തിലെ ജമീല ബീവിയും പ്രേമലേഖനത്തിലെ സാറാമ്മയും കാമുകന്റെ ഡയറിയിലെ ദേവി പിന്നെ മതിലുകളിലെ നാരായണൻ. ചെറുപ്പം മുതലേ ബുക്കുകളൊക്കെ വായിച്ചിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതൊക്കെ ചെയ്യാൻ ഒരവസരം കിട്ടുക പറഞ്ഞാൽ. അപ്പോൾ PC ഹരീഷ് എന്ന് പറഞ്ഞ ആങ്കിളാണ് വന്നിട്ട് ഇങ്ങനൊരു ഇത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പൂജ. PC ഹരീഷാണ് ഈ സോളോ ഡ്രാമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സമൂഹത്തിന് നേരെ തിരിച്ചു വെച്ചിരിക്കുന്ന ലെൻസാണ് ന്യൂസ് ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറ കണ്ണുകൾ എന്ന് പറയാറുണ്ട്. അത്തരം ചിത്രങ്ങളുടെ പ്രദർശനത്തിന് കഴിഞ്ഞ ദിവസം കോട്ടയം നഗരം വേദിയായി. സൈലൻസ് ഫോട്ടോഷോ 2013 എന്നാണ് ഫോട്ടോ പ്രദർശനത്തിന് പേരിട്ടിരിക്കുന്നത്. കോട്ടയത്തെ പത്ര ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയായ ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ പ്രഥമ പ്രദർശനമായിരുന്നു കോട്ടയത്ത് നടന്നത്. 25 ഫോട്ടോഗ്രാഫർമാരുടെ 125 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. പ്രദർശന ഹാളിലേക്കുള്ള പ്രവേശനം പോലും ക്യാമറ കണ്ണിലൂടെയായിരുന്നു.
ഫോട്ടോഗ്രാഫി രംഗത്ത് 50 വർഷം പിന്നിട്ട MK വർഗീസിന്റെയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു നോവായി ഇന്നും ജീവിക്കുന്ന വിക്ടർ ജോർജിന്റെയും ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ടായിരുന്നു. കേരളം ചർച്ച ചെയ്ത ചില വാർത്തകളുടെ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു. ഇത് സന്ദർശകർക്ക് ഏറെ വേറിട്ട അനുഭവമായിരുന്നു. എറണാകുളത്തും നടന്നു മറ്റൊരു ഫോട്ടോ പ്രദർശനം. പ്രകൃതിയിലെ പച്ചപ്പും നീല ജലാശയത്തിലെ അരയന്നങ്ങളും കുന്നിൻ മുകളിലെ കോടമഞ്ഞുമെല്ലാം ഒരു യാത്രയുടെ ഓർമ്മകളുടെ ശേഷിപ്പുകളാണ്. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ യാത്ര ചെയ്ത 30 ക്യാമറകൾ പകർത്തിയ ദൃശ്യങ്ങൾ. പ്രകൃതിയെയും മനുഷ്യനെയും ഒറ്റ ക്ലിക്കിൽ പകർത്തിയ ഈ ഫോട്ടോ പ്രദർശനത്തിന് സംഘാടകർ നൽകിയ പേര് രംഗോലി. പ്രകൃതി ദൃശ്യങ്ങൾ മാത്രമല്ല, വെടിക്കെട്ടിന്റെ ഗാംഭീര്യവും അനാഥ പെൺകുട്ടിയുടെ നിസ്സംഗഭാവവും കാട്ടാനക്കൂട്ടങ്ങളും എല്ലാം ഈ ചിത്രങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സ്റ്റേറ്റ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ക്ലബ്ബാണ് ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ അവാർഡുകൾ നേടിയ ഫോട്ടോകളും ഇക്കൂട്ടത്തിലുണ്ട്. ആദ്യമായാണ് ക്ലബ് ഇത്തരമൊരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഇനി എല്ലാ വർഷവും ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടത്താനും അതിനായി ധാരാളം യാത്രകൾ പോകാനുമാണ് ഇവരുടെ പ്ലാൻ. അതിജീവനത്തിനു വേണ്ടിയുള്ള സമരങ്ങളിൽ പലപ്പോഴും നേതൃസ്ഥാനം വഹിക്കുന്നത് സ്ത്രീകളാണ്. സലീന പ്രക്കാനം എന്ന പേര് മലയാളികൾ കേട്ടു പരിചയിച്ചതും അത്തരം ഒരു സമരത്തിന്റെ നായിക എന്ന രീതിയിലാണ്. ചെങ്ങര സമരഭൂമിയിൽ സാധുജന വിമോചന സംയുക്ത സമരസമിതി നടത്തിയ സമരത്തിന്റെ നായികയായിരുന്നു സലീന. സലീനയുടെ ജീവിതത്തിന്റെ കേട്ടെഴുത്താണ് ഈ പുസ്തകം. വർഷങ്ങളായുള്ള സലീനയുടെ ജീവിതം നമ്മളോട് പറയുന്നത് കേരളത്തിലെ ദളിത് സ്ത്രീ അവസ്ഥയുടെയും പുറമ്പോക്ക് ജീവിതത്തിന്റെയും നേർചിത്രങ്ങളാണ്. ജാതീയതയും ഐത്തവും എത്ര ഭീകരമായാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ സലീന പറയുന്നു. കടുത്ത മതവിശ്വാസിയായിട്ടും ദളിതയായതുകൊണ്ട് മാത്രം തന്റെ അച്ചമ്മയെ പള്ളിയിലടക്കാൻ സഭാ മേധാവികൾ സമ്മതിക്കാതെ പോയതും സ്കൂൾ പഠനകാലത്ത് ദളിതയായതുകൊണ്ട് മാത്രം നേരിടേണ്ടി വന്ന അവഗണനയും ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് സലീന പറഞ്ഞു വയ്ക്കുന്നു.
പ്രവർത്തകയായാണ് സെലീന സാമൂഹ്യ ജീവിതത്തിലേക്ക് വരുന്നത്. അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് ഭൂമിക്ക് വേണ്ടിയുള്ള ചെങ്ങറ സമരത്തിൽ അവർ പങ്കാളിയാകുന്നത്. ചെങ്ങറ സമരത്തിന്റെ സെക്രട്ടറി സ്ഥാനം വരെ വഹിച്ചിട്ടുണ്ട് സെലീന. എന്നാൽ നേതാക്കളുമായുള്ള ചില അഭിപ്രായ വ്യത്യാസം മൂലം ആ സ്ഥാനം അവർ രാജിവെച്ചു. ഇപ്പോൾ DHRM പ്രവർത്തകയാണ് സെലീന. ചെങ്ങറ സമരസമിതിയുടെ നേതാവ് ലാഹ ഗോപാലന്റെ പ്രവർത്തനങ്ങളോട് തനിക്ക് ആദ്യം മുതലേ എതിർപ്പുണ്ടായിരുന്നുവെന്ന് ഈ പുസ്തകത്തിലൂടെ സെലീന പറയുന്നുണ്ട്. ലോകം കണ്ട ഒട്ടനവധി സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ചെങ്ങറ സമരം. അത് വിജയിച്ച ഒരു സമരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നമ്മളൊരു രോഗിയെ ആശുപത്രിയിലെത്തിച്ചിട്ട് മികച്ച ചികിത്സ നേടി ഒരാഴ്ച കൊണ്ട് അസുഖം മാറുന്നതല്ലേ നല്ലത്? അതോ 2 മാസത്തേക്ക് വലിച്ചു നീട്ടുന്നതാണോ നല്ലത്? കൃത്യമായ ഒരു ഒത്തുതീർപ്പോടെ ചെങ്ങറ സമരം അവസാനിപ്പിക്കാമായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ചിന്തിച്ചു നോക്കുക. അപ്പോൾ അത് പരാജയമായിരുന്നുവെന്ന് ബോധ്യമാകും. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ സംതൃപ്തയാണ്. നാളെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. എങ്കിലും ചെങ്ങറ സമരത്തിന്റെ പേരിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിരവധി സെലീനമാരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അറിയപ്പെടാത്ത അവരുടെ ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതങ്ങളുണ്ട്. അതിനൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നവരാണ് യഥാർത്ഥ നേതാക്കൾ. സെലീന പ്രക്കാനം ചെങ്ങറ സമരവും എന്റെ ജീവിതവും എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് 2 പേർ ചേർന്നാണ്. OK സന്തോഷും MB മനോജും. എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനാണ് OK സന്തോഷ്. MB മനോജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാള പഠന വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും.